കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി അവിൽദേവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സോ നിങ്ങളെ കള്ളത്തരങ്ങളെ കറക്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പൊളിച്ചടുക്കി തരാം. വേദലക്ഷ്മി കഴിഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ചിട്ട് ഒരു ജിപേന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് BJPന്റെ സപ്പോർട്ടും എത്തിയിരുന്ന കുറച്ച് കഥകളാണ്. സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്തിരുന്നു അല്ലെങ്കിൽ ജാതി സ്പിരിറ്റ് ഭയങ്കര കൂടുതലാണ്, മനസ്സിലായില്ല. അത് മാത്രമല്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതിലും കുറച്ച് എന്തുണ്ട്, പുള്ളിയുടെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ് പുള്ളിക്ക് ആ ഒരു സംഭവം. പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറയുന്ന സീനിനെ കുറിച്ച് വല്ല ക്ലാരിറ്റി ഉണ്ടോ? ഈ പെണ്ണിനെ കയറി പിടിച്ചു ചേട്ടാ, പൊതുവെ ഇയാളുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇയാളോട് എല്ലാ പെൺപിള്ളേർക്കും പ്രേമം തോന്നും എന്നുള്ളതാണ്. ആ പെൺപിള്ളേർ ആര് മോശമാണെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാം ഇയാളായിരിക്കും മോശം. അത് വെച്ചിട്ടായിരിക്കണം ആ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊതുവെ ഇയാൾ ഡോക്ടേഴ്സിനെ കളിക്കാറില്ല. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫൈനലി ഇന്ന് ബിഗ് ബോസ് ആരംഭിക്കാൻ പോവുകയാണ്. എന്താണ്, എല്ലാവരും എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ നന്നായി കാണുന്നൊരു ഷോയാണ് ബിഗ് ബോസ്. ഞാൻ ടി വിയിൽ ഇങ്ങനെ ഒരുപാട് ഷോസ് ഒന്നും കാണുന്ന വ്യക്തിയല്ല. എന്നാൽ ടി വിയിൽ ഞാനിങ്ങനെ ടൈം നോക്കി ഞാൻ ഇരുന്ന് കാണുന്ന ഒരു ഷോ ഏതാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ സേ ബിഗ് ബോസ്. എനിക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ് ഷോ, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ ഞാൻ പൊതുവേ ബിഗ് ബോസിലോട്ടുള്ള എൻ്റെ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യപ്പോഴാന്ന് വെച്ചാൽ ഒന്ന് റൗണ്ടൊക്കെ തുടങ്ങി ഗെയിമൊക്കെ ഒന്ന് ട്രാക്കിലോട്ട് കയറി അതിൽ കുറച്ച് ട്വിസ്റ്റും ടേണും ഒക്കെ വരുന്ന സമയത്താണ് എനിക്ക് അതിനോട് തുടങ്ങുക. സ്റ്റാർട്ടിങ്ങിൽ ഞാനിങ്ങനെ വന്ന് തുടങ്ങിയുള്ളൂ. ഇന്നെന്തോ അഗ്നി പരീക്ഷ അങ്ങനത്തെ എന്തോ സംഭവമൊക്കെയാണ്. എന്തായാലും അഗ്നി പരീക്ഷകളൊക്കെ നടക്കട്ടെ. ഓൺ ട്രാക്കിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ കൂടെ താരമായി മാറിയ ഒരു വ്യക്തിയുടെ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആരാന്നറിയാലോ? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ബിഗ് ബോസ് ടൈമിൽ ഐ എം എ ഫാൻ ഓഫ് റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസിന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്നൊരു സാധനം വന്നു. പിന്നെ അങ്ങോട്ട് എന്നൊരു സാധനം വന്നു. പിന്നെ അങ്ങോട്ട് അതുകൊണ്ട് തന്നെ ഈ റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ ഇപ്പം ഞാൻ ഈ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ബിഗ് ബോസിൻ്റെ സമയത്ത് എനിക്കിഷ്ടമായിരുന്നു. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇയാളെന്തെന്ന് ഈ കാണിക്കുന്നേ എന്നൊരു സാധനം വന്നു. അത് കഴിഞ്ഞ് ചില നേരം ചില ഇൻ്റർവ്യൂവിൽ പറയുന്ന കേൾക്കുമ്പോൾ ഇതൊരു നന്മമരാണല്ലോ, എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ ഇതെന്താ ഇയാൾ ഈ കാണിക്കുന്നേ. പിന്നെ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് കരുതി വിട്ടതാണ്. അതുകൊണ്ട് തന്നെ റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊരു വിഷയം, എന്തൊരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ വരികയാണെങ്കിലും ഞാൻ അതിന് വലിയൊരു പരിഗണനയോ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതെടുക്കണം, സംസാരിക്കണം, റിയാക്ട് ചെയ്യണം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. പല യൂട്യൂബേഴ്സും 2, 3, 4 വീഡിയോസ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു. ആൻഡ് ഈ വീഡിയോയിൽ ഒരിക്കലും റോബിൻ രാധാകൃഷ്ണനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ വേദലക്ഷ്മിനെ കുറ്റം പറയാനോ അബിൽദേവിനെ കുറ്റം പറയാനോ അല്ലെ ഇപ്പം സ്നേഹം പരക്കട്ടെ ഡ്രേക്കിലെ എനിക്കാളുടെ അനന്തു ഇവരെയൊന്നും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് കൺവേ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ദിവസങ്ങളായി ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. റോബിൻ രാധാകൃഷ്ണൻ നിങ്ങൾക്കറിയാം ഒരു ഡോക്ടറാണ്, ബിഗ് ബോസിൽ കൂടിയാണ് ഫേമസ് ആയത്. അതിനുള്ള എന്തോ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്താണ് റോബിൻ ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജയിച്ച വ്യക്തിനേക്കാളും അക്സെപ്റ്റൻസ് ആയിരുന്നു ആർക്ക്? നമ്മളുടെ റോബിൻ രാധാകൃഷ്ണന്. ആളിറങ്ങിയതിന് ശേഷം ഒരുപാട് ഇൻ്റർവ്യൂസ്, ഇനാഗ്രേഷൻസ് ചെയ്യുന്നു. അവിടെയൊക്കെ പോയി കാറി കൂക്കി വിളിച്ച് ഭയങ്കര ഒരു ഓവറാക്കൽ. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഗെയിം നടക്കുന്ന സമയത്ത് ഒരു പാവം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അടിപൊളി മനുഷ്യൻ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു ഓവറാക്കൽ, ഒരു ഓവർ പീപ്പിൾ പ്ലീസിങ്, എന്താ പറയുക, ഭയങ്കര ഫേക്കായിട്ട് എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി തോന്നിയാണ് പറയുന്നത്. ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു കളികളാണ് കളിക്കുന്നത്. അങ്ങനെ കുറേ കാലം സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ്, ഒരു ആംഗിളൊക്കെ പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റോബിൻ ചേട്ടൻ്റെ പിന്നെ വിവാഹമായി, അതായി ഇതായി അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി BJP പാർട്ടീനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത്. പിന്നെ ഇലക്ഷൻ കളികളായി, തോക്കലായി, പൊട്ടലായി.
പിന്നെ CJP വിഷയത്തിൽ കയറുന്നു, ഇപ്പോൾ PSC വിഷയത്തിൽ കയറുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പം എനിക്ക് അന്ന് തൊട്ടേ റോബിൻ്റെ മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീച്ച് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, സോഷ്യൽ മീഡിയയുടെ പൾസ് മനസ്സിലാക്കി ഓവർ ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ചാരിറ്റി ആണെങ്കിൽ അവിടെ പോയി നിലത്ത് കടന്ന് കമന്ന് അങ്ങ് ചാരിറ്റി കാണിക്കുക. അപ്പോൾ കാണുന്ന കുറേ ആൾക്കാർക്കൊക്കെ ഒരു ലൈക്ക് വാട്ട് ഹി ഈസ് ഡൂയിങ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അങ്ങനത്തെ ഒരു സാധനം, ഒരു ഓവർ കളി, ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു കളി, ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കാട്ടുന്ന ഒരു കൈൻഡ് ഓഫ് കളികളാണ് നമ്മുടെ റോബിൻ ചേട്ടൻ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പുറമെ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ റോബിൻ ചേട്ടൻ്റെ ഓവറാക്കലും അതും ഇത്. എനിക്ക് ഇലക്ഷൻ ടൈമിലൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്, കൊടി അങ്ങോട്ട് പാറിച്ചിട്ട് BJPയുടെ കൊടി പാറിച്ചുകൊണ്ടുള്ള ഓരോ കളികളും. ഇപ്പോൾ ഈ വിഷയത്തിന് പോയ സമയത്ത് അവിടെയുള്ള ആ ഒരു എന്താ പറയുക ഒച്ചപ്പാടും ജൈവിളിയും അലറലും അതും ഇതും ഒരു കൈൻഡ് ഓഫ് ഓവറാക്കൽ, ഒരു പ്രശസ്തി ഭയങ്കര ആഗ്രഹിക്കുന്നു, റീച്ച് ഭയങ്കര ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അപ്പം അങ്ങനെ ഒരു സ്പേസ് കൂടെ റോബിൻ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബിഗ് ബോസിലെ ലാസ്റ്റ് സീസണിലെ വേദലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ കൂടെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ കുറേ സ്റ്റോറിയൊക്കെ ഇടുന്നു. അപ്പോൾ ഈ സ്റ്റോറികൾ വഴി ഈ റോബിനും വേദലക്ഷ്മിയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇഷ്യൂകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. വേദലക്ഷ്മി ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഒരു വിഷയത്തെക്കുറിച്ചിട്ട് വളരെ ക്ലിയർ കട്ടായി തൻ്റെ അഭിപ്രായങ്ങൾ വളരെ സ്ട്രോങ് ആയി മുഖത്ത് നോക്കി പറയുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ലേഡി. പിന്നെ ആ സ്റ്റോറികളുടെയും സ്റ്റാറ്റസുകളുടെയും എണ്ണം കൂടി, അത് പോസ്റ്റുകളായി, അത് വീഡിയോകളായി, പിന്നെ പത്രസമ്മേളനമായി, ക്യാമറയുടെ മുമ്പിലായി, അങ്ങനെ എല്ലാ അലകുലത്ത് സംഭവങ്ങളും ഇങ്ങനെ വലിച്ചു വാരി നടക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ വേദലക്ഷ്മി ഓപ്പോസിറ്റ് ഒരു അബിൽദേവ്, പിന്നെ ഒരു ഡ്രേക്ക് ഓഫ് കോഴ്സ് അബിൽദേവിനെ നിങ്ങൾക്കറിയാം, എനിക്ക് ആളുടെ മോർ വെയർ അബൌട്ട്സ് എനിക്ക് അറിയില്ല. ഡ്രേക്ക് അറിയാം, ആൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്, പല ടോപ്പിക്കുകളെ എടുത്ത് സംസാരിക്കുന്ന വ്യക്തിയാണ്. ദാറ്റ്സ് ഇറ്റ്, മോർ എനിക്കറിയില്ല. ഇവർ മൂന്നാളും വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോബിൻ രാധാകൃഷ്ണൻ ഇവരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസ വാങ്ങി, ഇത്രയും പൈസ വാങ്ങിയിട്ട് എത്രയോ 43 അങ്ങനെ എന്തോ ലക്ഷം പൈസ വാങ്ങി, അതിൽ 4-5 ലക്ഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള പൈസകളൊന്നും റോബിൻ രാധാകൃഷ്ണൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് വരുന്നത്. അത് കൊടുത്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന കുറേ തെളിവ് കാര്യങ്ങൾ ഇവർ കാണിക്കുന്നു. എന്നാൽ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് റോബിൻ വരുന്നു. പക്ഷേ റോബിൻ കാണിക്കുന്നതിൽ കംപ്ലീറ്റ് കൊടുത്തതുകൊണ്ട് റോബിൻ കാണിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കി ഇവരെന്തോ ഫേക്കായിട്ട് പറയുകയാണ്, ഇവരെനിക്ക് തന്നിട്ടില്ല, എനിക്ക് അറിയില്ല, ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് റോബിൻ ഒരു സൈഡ്. സംഭവം സാമ്പത്തിക പ്രശ്നങ്ങൾ. അടുത്തൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റോബിൻ ഇല്ലാത്ത കുറ്റങ്ങളില്ല. ഇപ്പോൾ വേദലക്ഷ്മി ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രേക്ക് ആണെങ്കിലും അബിൽദേവ് ആണെങ്കിലും റോബിൻ അങ്ങനെയാണ്, റോബിൻ ഇങ്ങനെയാണ്, റോബിൻ അത് ചെയ്തു ഇത് ചെയ്തു, റോബിന് BJPയിൽ വിശ്വാസമല്ല, റോബിന് പെണ്ണുപിടി ഉണ്ട്, റോബിന് സുരേഷ് ഗോപിന് ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സൈഡിൽ ഇവർ നിൽക്കുന്നുണ്ട്. റോബിൻ അപ്പുറത്തെ സൈഡിലാണ് അബിൽദേവ് അങ്ങനെയാണ്, അബിൽദേവ് പണ്ട് അത് ചെയ്തിട്ടുണ്ട്, വേദലക്ഷ്മി ഇത് ചെയ്തിട്ടുണ്ട്, ഡ്രേക്ക് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചാരയും 40 ലക്ഷത്തോളം പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കുന്നുമില്ല. ഇതെന്ത് കളിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്ത് കളിയാണെന്ന്. ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ടൈം തൊട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള 2 ചോദ്യങ്ങൾ ടു റോബിൻ രാധാകൃഷ്ണൻ. എനിക്ക് ചോദിക്കാനുള്ളൊരു സാധനം, ചേട്ടാ ഇത്രമാത്രം എന്ത് ബാധ്യതയാണ് ചേട്ടനുള്ളത്? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അച്ഛൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ, അമ്മ റീസെൻ്റ്ലി പോയി, ഒരു പെങ്ങളാണുള്ളത്, അവൾ സെറ്റിൽഡാണ്, കല്യാണം കഴിച്ചിരിക്കുന്ന ആരതിപ്പൊടി നല്ലൊരു പൊടീസ് എന്ന് പറയുന്ന ബ്രാൻഡ് നടത്തുന്നു, അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളായി പോകുന്നു, ആരതിയുടെ ഫാമിലി സെറ്റിൽഡാണ്. ഇതിന് മാത്രം ഈ 40 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം അത് റോബിൻ്റെ ചില വീഡിയോ ഉണ്ട്, അയ്യോടാ പൊന്നേ മുത്തേ കരലേ കൽബേ പഞ്ചാരയിലെ എന്താ പായസത്തിലെ മുന്തിരിയെ എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ടാണ് 4 ലക്ഷം താട പൊന്നെ ഞാൻ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തരാടാ 3 ദിവസം കൊണ്ട് തരാടാന്ന് വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എന്താണ് റോബിൻ ഇത്രമാത്രം ബാധ്യത, എന്താണ് റോബിൻ ഇത്രമാത്രം കടം? റോബിൻ ഒരു ബിസിനസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, അല്ല എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ഒരു സ്റ്റാർട്ടപ്പ് ഞാൻ കണ്ടിട്ടില്ല. റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ജോലി ചെയ്തു പോലും ഞാൻ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം കണ്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അങ്ങനെ ഒരു ഡോക്ടർ ഫീൽഡിലോ ഒന്നും പഠിച്ച ഫീൽഡിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്താണ് ഒരു വീടുണ്ടാക്കിയിട്ടോ ഒരു അടിപൊളി കാറ് വാങ്ങിയിട്ടോ ഒന്നും കണ്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഏതോ വണ്ടി 4000 റുപ്യ വാടകയ്ക്കാണ് നടക്കുന്നതെന്നൊക്കെ ട്രോള് പോകുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പം ഒന്നുമേ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് റോബിൻ ഇത്രമാത്രം പൈസ എന്നുള്ള മനസ്സിലാവുന്നില്ല. എന്ത് ഡീലിംഗ് ആണ് നടക്കുന്നത്? റോബിൻ നിരത്തി പിടിച്ച് എല്ലാവരോടും കടം വാങ്ങുക എന്നുള്ളൊരു സാധനമാണ് ഞാൻ കേൾക്കുന്നത്.
അവിൽദേവിനോട് ചോദിക്കുന്നു, വേദലക്ഷ്മിനോട് ചോദിക്കുന്നു, ഡ്രേക്കിനോട് ചോദിക്കുന്നു. ഇതിനൊക്കെ വീഡിയോ, ഓഡിയോ പ്രൂഫ് കാര്യങ്ങൾ അവർ കാണിക്കുന്നു. ഇതല്ലാണ്ടും വേറെ ആരുടെയൊക്കെയോ അടുത്ത് റോബിൻ പൈസ ചോദിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞു വരുന്ന കുറേ വീഡിയോ സൈഡിൽ കൂടെ കണ്ടു. എന്തിനാണ് റോബിൻ ഇത്ര പൈസ? എന്താണ് റോബിൻ ഇത്ര ഇടപാട്? ഇനി റോബിന് ഇത്രയും വലിയ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി രണ്ടാമത്തൊരു കാര്യം, 43 ലക്ഷം രൂപയൊക്കെ ഒരു വ്യക്തിക്ക് കടം കൊടുക്കാൻ എന്ത് വിശ്വാസ്യതയായിരുന്നു നിങ്ങൾക്ക് റോബിനിലുണ്ടായിരുന്നത്? എനിക്കറിയാൻ പാടില്ല ഇത് ചോദിക്കുക. എന്നാൽ ഇത്രമാത്രം പൈസ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ അത്രയ്ക്ക് പൈസ കട്ടിയിലുണ്ടോ? കാരണം ഒരാൾക്ക് 43 ലക്ഷത്തിലധികം എന്ന് വെച്ചാൽ ഒരു 6, 8, 10 ലക്ഷം കൊടുക്കണേ. നമ്മളുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവണ്ടേ? നമ്മളുടെ കയ്യിൽ പൈസ അല്ലാണ്ട് നമുക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിനെ സഹായിക്കാൻ പറ്റില്ല. നമ്മളുടെ കയ്യിലുള്ള പൈസ മുഴുവനായി നമ്മൾ എടുത്തു കൊടുത്തിട്ട് ഒരു വ്യക്തിനെ സഹായിക്കില്ല. അപ്പം എത്രമാത്രം ശരിക്കും പറഞ്ഞാൽ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഈ ബിൽഡിങ് അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കുറേ ടീമുകൾ വീട്ടിൽ പോകണം. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര പൈസ? ഇവരെന്ത് ഇടപാടാണ് ചെയ്യുന്നത്? ഇവർ ഏത് വഴിയാണ് ഇത്ര പൈസ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് കിട്ടുന്നത്? ഇക്കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനും ഷോക്കായിപ്പോയി. ലക്ഷങ്ങളുടെ ഇടപാടാണ് നടക്കുന്നത്. 2 ലക്ഷം, 4 ലക്ഷം, 6 ലക്ഷം, അവിടെ 50,000, 10,000, 4 തരുമോ, പിന്നെ ഞാൻ 4.5 തരാം, 3 തരുമോ, 3.5 തരാം. രണ്ടാമത്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല ഡിസേർവിങ് ആണോ എന്നുള്ളത്? ആദ്യം ഒരു പൈസ കൊടുത്തു, പറഞ്ഞ ഡേറ്റിൽ ആ വ്യക്തി തിരിച്ചു തരുന്നില്ല, പിന്നെ രണ്ടാമത് എന്തിനാണ് പൈസ കൊടുക്കുന്നത്? സഹായിക്കണം ആവശ്യമുള്ളവനെ, അർഹിക്കുന്നവനെ. ഇത് 1, 2 തവണ ചെയ്ത സമയം തന്നെ പറ്റിക്കലാന്ന് പറഞ്ഞിട്ട് പിന്നെ 3 ആളും കൂടെ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ നിന്നത്? ഒരുത്തിന് ജീവിത സാഹചര്യം അങ്ങനെ അടിപൊളിയായിട്ട് 40-50 ലക്ഷം രൂപ കടബാധ്യതയും കൊണ്ട് നടക്കുന്നു, കോടിക്കണക്കിന് കടബാധ്യതയായിട്ട്. അപ്പുറത്തെ ഒരാൾ കയ്യിലുള്ള പൈസയിൽ നിന്ന് ഒരു ലക്ഷക്കണക്കിന് കടം കൊടുത്തിട്ട് മേലോട്ട് നോക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എവിടുന്നാണ് ഇത്ര സോഴ്സ് ഓഫ് മണി ആൻഡ് എന്തിനാണ് ഇത്ര സോഴ്സ് ഓഫ് മണി എന്നുള്ളത് മസ്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്നിട്ട് കടം ഓക്കെ ഫൈൻ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, റോബിൻ രാധാകൃഷ്ണ, താങ്കൾ അവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. അല്ലാണ്ട് പൈസ കൊടുക്കാൻ പറ്റാണ്ട് നാട്ടുകാരെ ഇത് മുഴുവൻ പൈസ വാങ്ങിയിട്ട് ഈ ഒന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. വെറുതെ അവിടെ വന്നിട്ട് ഗൈസ് എനിക്ക് മനസ്സിലായി ഇതാണ് ഈ ലോകത്ത് നടക്കുന്നത്, ദിസ് ഈസ് വേദലക്ഷ്മി, ദിസ് ഈസ് ഡ്രേക്ക് എന്ന് പറയാണ്ട് അത് വാങ്ങിയ പൈസ മുഴുവൻ അവർക്ക് കൊടുക്കുക. എന്നാൽ ഈ വിഷയം ഇവിടെ തീരും. അല്ലാണ്ട് എന്തുവാ പറയണ്ടേ? റോബിൻ നിന്നിട്ട് ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി അവിൽദേവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സോ നിങ്ങളെ കള്ളത്തരങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പൊളിച്ചടുക്കി തരാം. വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ ഞാൻ കാണിച്ച് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കി തരാം. വേദലക്ഷ്മി കഴിഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഒരു ജിപേന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് AI ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പിൻ ചെയ്ത് ഞാൻ ഒരു ഡ്രൈവിലാക്കി ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത 1-2 സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടാണ് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് അബദ്ധമായിട്ടേ നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ. കാരണം ഇതിൽ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആരാണ് ആ ഫണ്ട് തന്നത്, ആ ഫണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇവര് എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വരെയോ, ഞാൻ എന്തുകൊണ്ട് ലീഗലി പോയ ധൈര്യമായിട്ട് ഇവർ എന്റെ അടുത്ത് ഈ പറഞ്ഞിടക്ക് ലീഗലി വരെയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഇതേപോലെ ഒരു സ്ഥലത്തിരുന്ന് പ്രസ് മീറ്റിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തങ്ങൾ പൊളിയും. ഒറ്റ കാര്യമുള്ളൂ, സീക്രട്ട് ഏജന്റ് വരെ വീഡിയോ ചെയ്യുന്ന കണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2 സ്ക്രീൻഷോട്ടും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ. അത് അബിലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്, എനിക്ക് HDFC ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, പഞ്ചാബ് നാഷണൽ ബാങ്കേ ഉള്ളൂ. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ബ്രദറാണ് ഈ പറഞ്ഞ അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ജിപേ ചെയ്തു കൊടുത്തതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്തു കൊടുത്തതും. അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതെല്ലാം കാണണം. ഇതിലോടുകൂടി നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ബോധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിനു മുമ്പ് വന്ന പത്രസമ്മേളനത്തിന്റെ വീഡിയോയോ അവിടെ നിന്ന് കുറെ പേപ്പറുകൾ വിതരണം ചെയ്ത് കാണിക്കുന്ന വീഡിയോസ് ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഏറ്റവും റീസെന്റ് ആയിട്ട് റോബിൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ റോബിൻ പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ 2-3 ദിവസം ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുമായിരുന്നു ഇവരെന്താണ് കളിക്കുന്നത് എന്നറിയാൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, റോബിന് സൈലന്റ് ആയി ഇരിക്കേണ്ട ഒരു സമയമാണോ ഇത്?
റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അഗെയിൻസ്റ്റ് വലിയൊരു അലിഗേഷനാണ് വന്നിരിക്കുന്നത്. റോബിൻ്റെ ഫാമിലീനെ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് ഐ ബിലീവ് റോബിൻ്റെ വൈഫിനെ ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. അവർ മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ടയേർഡാവും, അവർ ഭയങ്കര സാഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുക. എത്രയും പെട്ടെന്ന് സ്വന്തം ജെനുവിനിറ്റി സൊസൈറ്റിയിൽ വന്ന് തെളിയിക്കേണ്ട ഒരു സമയം, എത്രയും പെട്ടെന്ന് ഈ കടബാധ്യതയും കാര്യവും തീർക്കേണ്ട ഈ ഒരു സമയത്ത് സൈലൻ്റായി ഇരുന്നിട്ട് ഇവരുടെ പ്ലാനിങ്ങും ടെക്നിക്കും നോക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ റോബിൻ്റെ ഈ ഒരു ഫുൾ വീഡിയോയിൽ റോബിൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. ഒരു ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ടിൽ ഒരു സാധനം മാത്രമാണ് റോബിൻ പറയുന്നത്. ഓഫ് കോഴ്സ് അതവിടെ കിടക്കട്ടെ, പലരും വന്ന് എക്സ്പോസ് ചെയ്തത് കൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഒരു വ്യക്തി പൈസ കടം കൊടുക്കാനില്ലാണ്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് ഈ പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഇത്രത്തോളം പൈസ തരാനുണ്ട് എന്നുള്ള കാര്യം ഒരാൾ വെറുതെ വന്ന് പറയും. അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല. ആ കാര്യം ഒന്ന് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റുമോ? കാരണം റോബിൻ്റെ വർത്തമാനത്തിൽ റോബിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് മോശമാക്കി കാണിക്കാനും പറയാനും ഉള്ളൊരു സാധനം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി? എന്തായിരിക്കും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം? നിങ്ങളിപ്പോൾ ഒരു 40 ലക്ഷം വാങ്ങി, നിങ്ങളിപ്പോൾ ഒരു 25 ലക്ഷം കൊടുത്തു എന്ന് കരുത്, ബാക്കി കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ പ്രത്യേകിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഒരു 10 ലക്ഷം വാങ്ങി 9 ലക്ഷം കൊടുത്തു, 1 ലക്ഷം ആണെങ്കിലും ബാക്കി അവിടെ ലെഫ്റ്റ് അല്ലേ? ഇവിടെ ഈ വേദലക്ഷ്മിൻ്റെ പുറകെ പോവോ, ഈ അബിൽദേവിൻ്റെ പുറകെ പോവോ ഒന്നും വേണ്ട. അവർക്ക് എത്രയാണ് കടം കൊടുക്കാനുള്ളത് ആത്മാർത്ഥമായിട്ട് അറിയാലോ. ആ കൊടുക്കേണ്ട പൈസ കൊടുത്തു തീർത്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിലോട്ട് വന്നതും ഇത് ടി വിയുടെ ഡിസ്കഷൻ ആവാനും ഇത്രമാത്രം വിഷയം സോഷ്യൽ മീഡിയയിൽ ആവാനും ഉള്ളതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട ടൈമിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല. അതിന് പകരം അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ട് എന്തിനാണിത് മാറ്റുന്നത് എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ വിഷയത്തെ ഭയങ്കര ഗാർഗികമായി എടുത്തുകൊണ്ട് പലരും പീസുകൾ മുറിച്ച് വെച്ച് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദിസ് ഇസ് സിമ്പിൾ ആസ് സിമ്പിൾ. റോബിൻ എന്തൊക്കെയോ ഇടപാട് കാരണം റോബിൻ കടം വാങ്ങി, റോബിൻ ഇതൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. ഡെഫിനറ്റ്ലി അവർ വന്ന് സംസാരിച്ചു, ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ ചെയ്തൊരു പകുതി മുക്കാൽ ആൾക്കാരും അല്ലെങ്കിൽ ഈവൻ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് റോബിൻ കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ ഒന്നും ചോദിക്കാനില്ല, വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുക. എന്നെ ഏറ്റവും കൂടുതൽ ഷോക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഡ്രേക്ക് എന്നൊരു വീഡിയോ ഇട്ടു. മീൻസ് നിങ്ങൾക്കറിയാലോ അനന്തു, അതിൽ എക്സ്പോസിങ് റോബിൻ എന്ന് പറയുന്ന 2 പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ BJPനെ കുറിച്ചിട്ട് ഈവൻ സുരേഷ് ഗോപിനെ കുറിച്ച് പറയുന്ന ഒരു സാധനവും, രണ്ടാമത്തെ ഒരു സാധനം റോബിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഒരു വർക്ക് ലൈഫിനെ കുറിച്ച് പറയുന്നത്. അത് രണ്ടും ഒന്ന് കേൾക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അബിൽദേവും ലക്ഷ്മിയും ഞാനും കൂടെ പ്രസ് മീറ്റൊക്കെ നടത്തി നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് BJPന്റെ സപ്പോർട്ടും എത്തിയിരുന്ന കുറച്ച് കഥകളാണ്. സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്തിരുന്നു അല്ലെങ്കിൽ ആ ജാതി സ്പിരിറ്റ് ഭയങ്കര കൂടുതലാണ്, മനസ്സിലായില്ല. അത് മാത്രമല്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതിലും കുറച്ച് എന്തുണ്ട്, പുള്ളിയുടെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ് പുള്ളിക്കാൻ ആ ഒരു സംഭവം. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ് ജയ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നടന്ന ഒരു റോബിനെ നമ്മൾ ഈ കുറച്ച് മാസങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ? BJPയുടെ കൊടി ഉടുത്ത് പറക്കുകയല്ല ചെയ്യുന്നത്, പറപ്പിച്ച് വിടുന്നത് പോലെയാണ് റോബിൻ പലതും ചെയ്യുന്നത്. ആ പെർട്ടിക്കുലർ റോബിനാണ് സുരേഷ് ഗോപിനെ പറ്റി പറയുന്നത്. കുറച്ച് ജാതി സ്പിരിറ്റ് ഉള്ളൊരു മനുഷ്യനാണ്, അതാണ് ഇതാണെന്ന്. ഇതിനു മുമ്പ് BJP പാർട്ടീനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ലീക്കായിരുന്നു. അതല്ലാതെ പറഞ്ഞ സമയത്ത് അതിന് ഫുൾ സാധനങ്ങൾ വേദലക്ഷ്മി ഇട്ടിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, എന്തിനു വേണ്ടിയിട്ടാണ് റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി BJP എന്ന് പറയുന്ന പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഒരാൾ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്തേ പറ്റുമെന്നുണ്ടോ? ആൻഡ് BJPനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? എനിക്ക് കറൻറ്റ്ലി മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. BJPയുടെ ആശയങ്ങൾക്ക് വളരെ ഓപ്പോസിറ്റായ രീതിയിലാണ് താങ്കൾ ഇൻ പേഴ്സണൽ സംസാരിക്കുന്നത്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കാണിക്കുന്നത്? എങ്ങനെയെങ്കിലും BJPനെ സോപ്പിട്ട് പിടിച്ചിട്ട് അവരുടെ രാഷ്ട്രീയത്തിൽ കയറി രാഷ്ട്രീയം വഴി ഒരു അക്സെപ്റ്റൻസ് കിട്ടാനാണോ? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറാണ്, നല്ലൊരു പ്രൊഫഷനാണ്, അത് ജോലി ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൂടെ? എന്തിനാണ് അല്ലെ? അത്രത്തോളം പാർട്ടി സ്പിരിറ്റ് വേണം, പാർട്ടിനോട് താല്പര്യം വേണം, പാർട്ടിക്ക് വേണ്ടി അമ്മാതിരി ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ടെറിറ്ററി ലെവലിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലുള്ള ആൾക്കാരൊക്കെ രക്ഷിച്ചാൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ട്? ഈ BJPക്കാർ കേൾക്കാൻ വേണ്ടി പറയുക. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. സോ നെവർ ടേക്ക് ഹിം. ഞാൻ ഷോക്കായിപ്പോയി ഇത് കേട്ട സമയത്ത്. കാരണം എനിക്ക് ഇപ്പോഴും റോബിൻ്റെ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ അലറല എനിക്ക് ഓർമ്മ വരുന്നത്. റോബിൻ ഇത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിന്റെ ഫുൾ കോൾ റെക്കോർഡിംഗ് ഞാൻ അയച്ചു തരാം റോബിനെ. ബ്രോ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്ക് സിറ്റുവേഷൻ അറിയാം, പിന്നെ എൻ്റെ അവസ്ഥാനോട് ചോദിക്കാൻ അറിയാം. പിന്നെ ഞാൻ ഇന്നത്തേക്ക് ഒന്ന് അറിയാൻ ശ്രമിച്ചത്. അപ്പോൾ ഒരു ഫ്രൈഡേ ആവുമ്പോൾ കിട്ടത്തുള്ളൂ. ഒന്ന് പറ്റാണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചക്കരല്ലേ, പ്ലീസ് ചക്കക്കുട്ടല്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഇതാ ഞാൻ പറഞ്ഞത്, ആൾക്കാരോടൊക്കെ ഇങ്ങനെ ചോദിച്ച് പൈസ വാങ്ങുക. ചക്കരയല്ലേ, മുത്തായല്ലേ, ചക്കര കുട്ടനല്ലേ, വാവേൻ്റെ കുഞ്ഞുമണിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൈസ വാങ്ങുന്നത്. ഈ വാങ്ങിയ പൈസ ഇങ്ങ് തിരിച്ചു കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ. ഈ ചോദിക്കാൻ നേരം ഇങ്ങനെയൊക്കെ ചോദിക്കും, തിരിച്ച് കൊടുക്കാണ്ട് വരുന്ന സമയത്ത് ഇവർക്ക് എഗെയിൻസ്റ്റ് കുറ്റങ്ങൾ. ഞാൻ റീസെൻ്റ്ലി കേട്ട അഖിൽദേവൻ എന്തൊക്കെയോ മോശം കേസുണ്ട്, വേദലക്ഷ്മി അങ്ങനെയാണ്, ഡ്രേക്ക് അങ്ങനെയാണ്, ഇങ്ങനെയാണ് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ 3 കാറ്റഗറി ആയിട്ട് എന്തിനു കമ്പനി വെച്ചു? എന്തിനാ അവരോട് പൈസ ചോദിച്ചു? എൻ്റെ പൊന്നല്ലേ, മുത്തല്ലേ, അഖിലെന്ന് നല്ലേ, ഇപ്പോൾ അബിൽദേവെന്ന് വിളിക്കുന്ന ഒരു ഓഡിയോ അല്ലേ ഞാൻ കേട്ടെ. ഇങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു ഇവരെ കുറിച്ചെങ്കിൽ എന്തിനു കമ്പനി അടിച്ച് പൈസ വാങ്ങി? പൈസ വാങ്ങുമ്പോൾ പൊന്നും മുത്ത്, പൈസ തിരിച്ചു ചോദിക്കും. ഇത് വാട്ട് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഇസ് ദിസ് റോബിൻ? ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ്. റോബിൻ ഇനി ഇതല്ല എന്നാണെങ്കിൽ റോബിൻ വെറുതെ വന്ന് ഈ പ്രസംഗിക്കുന്നതിന് പകരം ജസ്റ്റ് ഷോ ദ പ്രൂഫ്. ഇന്നാളും ഞാൻ കണ്ടു എന്താണ് ഒരു ബണ്ടിൽ A4 ഷീറ്റും കൊണ്ട് വന്നത്. അത് വന്നു എന്നല്ലാണ്ട് അതിൽ എന്താണെന്നുള്ളത് ആരും കണ്ടിട്ടുമില്ല, ആക്കിയിട്ടുമില്ല. ഇൻസ്റ്റെഡ് ജസ്റ്റ് ഷോ ത്രൂ യുവർ ഇൻസ്റ്റഗ്രാം. അങ്ങനെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനം കാണുമ്പോൾ ഓക്കെ ഫൈൻ. ഇവിടെ പലരും വിത്ത് പ്രൂഫാണ് സംസാരിക്കുന്നത്, റോബിൻ്റെ ഓഡിയോസാണ് കേൾപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾ എന്താ പറയണ്ടേ? ടു ഓൾ ദ റോബിൻ ഫാൻസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, റോബിന്റെ അന്വേഷണം ചെന്ന് നിന്നത് റോബിൻ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന GG ഹോസ്പിറ്റൽ. അവിടെയുള്ള ആൾക്കാർക്ക് എന്താണ് റോബിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നൈറ്റ് നിൽക്കുന്ന സിസ്റ്റേഴ്സിന് എല്ലാം ഭയങ്കര പണിയാണ്. കാരണം എമർജൻസിയിലും ആ ഏരിയയിലെല്ലാം ഇയാൾ ഒരു സ്റ്റിക്കും കൊണ്ടുവരുന്ന സിസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ടാണ് ഈ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അങ്ങനെ കുറെ ശല്യം ഇയാളെ കൊണ്ടുണ്ടായിരുന്നു. പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറയുന്ന സീനിനെ കുറിച്ച് വല്ല ക്ലാരിറ്റി ഉണ്ടോ? ഈ പെണ്ണിനെ കയറി പിടിച്ചു എന്ന് ചേട്ടാ, പൊതുവെ ഇയാളുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇയാളോട് എല്ലാ പെമ്പിളാർക്കും പ്രേമം തോന്നും എന്നുള്ളതാണ്. ആ പെമ്പിളാർ ആര് മോശമാണെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാം ഇയാളായിരിക്കും മോശം. അത് വെച്ചിട്ടായിരിക്കണം ആ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊതുവെ ഇയാൾ ഡോക്ടേഴ്സിനെ കളിക്കാറില്ല, നഴ്സുമാരോടാണ് ഹോസ്പിറ്റലിൽ കളി കൊടുത്തത്. ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്തിട്ട് ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. റോബിൻ പണ്ട് തൊട്ടേ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയി നിന്നതുകൊണ്ടും ആൻഡ് ചില വ്യക്തികളെ സംബന്ധിച്ച് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു പേഴ്സണൽ ഇഷ്ടം ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്പേസ് കിട്ടുമ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഡെഫിനറ്റ്ലി ഐ വർക്ക്സ് ഇൻ ആൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്. ഞാൻ ഡി അഡിക്ഷൻ സെൻറ്റർ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണൽ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഐ യൂസ് ടു ഡു വീഡിയോസ് വിത്ത് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സിൻ്റെ ഹെൽപ്പോട് കൂടി. അത് അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് അവർ റെസ്റ്റ് ടൈം എടുക്കുന്ന ടൈം അല്ലാണ്ട് നോക്കി ഔട്ട് ഓഫ് മൈ സ്ഥാപനം ഞാൻ വീഡിയോസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. എൻ്റെ ഇവിടെ ഒരു പെൺവിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബിക്കോസ് ഇറ്റ് ജസ്റ്റ് ആൻ ഓഡിയോ, ദർ ഇസ് നോ പ്രൂഫ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിനെ വെറുതെ കയറി സോഷ്യൽ മീഡിയയിൽ വന്ന് പെൺവിഷയമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് സെക്കൻഡ് തിങ്, പുള്ളീൻ്റെ കളി കണ്ട് വീണു പോകുന്നു. അത് വീഴുന്ന വ്യക്തികളുടെ പ്രശ്നമാണ്. അങ്ങനെ ഒരു കളി കണ്ട് വീഴേണ്ട ആവശ്യമില്ല. ദ ലവ് ഈസ് ജെന്യുവിൻ, ദറ്റ്സ് ഫൈൻ. അല്ല അങ്ങനെ ആയി നമ്മളതിൽ വീട് പോയി ഒരാളെ മാത്രം കുറ്റം, ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്. റോബിനെ സ്കാം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഒരു അബിൽദേവിനകത്തൊന്നും മാത്രം നിൽക്കുന്നതല്ല. അതിന് കണക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചുതരാം. ആ വീഡിയോനകത്ത് ഉണ്ടായിരുന്നത് ഗുഡ്വിൽ എന്റർടൈൻസിന്റെ ജോബി ജോർജ്. But the list goes on. ഗോകുലം ഗോപാലനകത്ത് പെട്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രവീൺ പെട്ടിട്ടുണ്ട്, കൊല്ലത്തുള്ള ഒരു അബ്കാരി പെട്ടിട്ടുണ്ട്, വേറൊരു പ്ലാന്റർ പെട്ടിട്ടുണ്ട്. The scam accusation is close to 3.5 crore rupees. You all might be wondering why am I calling it a scam? Answer is very simple. Every time ഈ പൈസ മേടിക്കുന്ന സമയത്ത് റോബിന് പുതിയ പ്രൊജക്ട് ഉണ്ടായിരുന്നു. 2 കയ്യിൽ വാച്ച് കിട്ടിയ പ്രൊജക്ട് 1.5 കോടിയുടെ സ്കാം ഇപ്പം കറന്റ് റോബിൻ രാധാകൃഷ്ണൻ നടത്തി എന്നാണ് പറയുന്നത്. ആൻഡ് ഐ നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ഞാൻ റിസെൻ്റ്ലി സീക്രട്ട് ഏജൻ്റ് ഒരു വീഡിയോ കണ്ട സമയത്ത് അതിൽ സീക്രട്ട് ഏജൻറ്റ് പറയുന്നൊരു കാര്യം കേട്ടിരുന്നു. റോബിൻ രാധാകൃഷ്ണൻ സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞു എന്നോ, കോടിക്കണക്കിന് കടബാധ്യതയുണ്ട്, ഞാനിതിങ്ങനെ തീർത്തുകൊണ്ട് വന്നുകൊണ്ട് നിൽക്കുക എന്നുള്ള എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആളതിൽ പറഞ്ഞ പോലെ ഞാൻ കേട്ടിരുന്നു. ഐ മീൻ അയാളുടെ ഫസ്റ്റ് വീഡിയോ ഓർ സെക്കൻഡ് വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാം. അപ്പം അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കോടിക്കണക്കിന് ഒരു കടബാധ്യത തീർക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പകരമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ പറഞ്ഞത് പ്രകാരം 5 or 6 ആളുടെ പേര് ഡ്രേക്ക് ഇവിടെ കറൻ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ഇവരെ കയ്യിൽ നിന്ന് 43 വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് എത്ര വാങ്ങി എന്നറിയില്ല, എത്ര പേര് ഇനി പുറത്തോട്ട് വരുമെന്ന് എനിക്കറിയില്ല, എന്താവും റോബിൻ്റെ അവസ്ഥ എന്നറിയില്ല. റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു വൻ പടുമരം ഇപ്പോൾ ഓരോ സൈഡ് വീതം ഇങ്ങനെ വീണോണ്ട് നിൽക്കുകയാണ്. ഇനിയെങ്കിലും നിർത്തുക, സംസാരിക്കുക, കോംപ്രമൈസ് ചെയ്യുക, വർക്ക് ഹാർഡ്, ജോലി ചെയ്യുക. സോഷ്യൽ മീഡിയ പൊളിറ്റിക്സിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, സോഷ്യൽ മീഡിയനോടും ഇല്ല. ഇതൊക്കെ മാറ്റി വെക്കുക, എങ്ങനെയെങ്കിലൊക്കെ കടബാധ്യത തീർക്കുക. എന്നിട്ടിരുന്ന് ആലോചിച്ച് താല്പര്യമുണ്ടെങ്കിൽ കം ടു ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ്. ടേക്ക് എ ടൈം. കാരണം പൈസ ഇറ്റ്സ് വെരി വാല്യുബിൾ. മറ്റൊരാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ, അതിന് 1 രൂപയാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അവരെടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്.
സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ. ആൻഡ് എനിക്കറിയാം റോബിൻ ഫാൻ ടീം ഇപ്പോൾ വന്നതിൻ്റെ താഴെ പൊങ്കാല ഇടും. ഹാവ് ഫൺ ഗൈസ്.